ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കിട്ടിയിട്ടുള്ളത് കണ്ടേ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു ജീപ്പാണ്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് റീസ്റ്റോർ ചെയ്തെടുത്താലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലിരിക്കണം. അപ്പോൾ ഗൈസ് നമുക്ക് പണി തുടങ്ങിയാലോ. ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ജീപ്പ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കാരണം നല്ല രീതിയിൽ ഡസ്റ്റ് പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ നമുക്കൊരു പെയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ച് ഫുള്ളൊന്ന് ഡസ്റ്റ് കളഞ്ഞെടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഏകദേശം തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ അടിവശത്തുള്ള എല്ലാ സ്ക്രൂസും നമുക്കൊന്ന് അഴിച്ചെടുക്കാം. സ്ക്രൂ ഒക്കെ അത്യാവശ്യം തിരുമ്പുണ്ട്, എന്നാലും കുഴപ്പമില്ല, പെട്ടെന്ന് ഊരി വരുന്നുണ്ട്. നമുക്കിതിൻ്റെ ഉൾഭാഗം കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് നമ്മുടെ ജീപ്പിൻ്റെ പുറത്ത് കുറച്ച് മഷിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിക്കറിൻ്റെ ബാക്കി അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് ഇറക്കി ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ സ്റ്റിക്കർ ഇളക്കാൻ എളുപ്പത്തിനായിട്ട് ഞാനൊരു മൈനസിൻ്റെ സ്ക്രൂ ഡ്രൈവറാണ് എടുക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ കുറച്ച് കൂടുതൽ നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ ഇളകി കിട്ടാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇതിലുണ്ടായിരുന്ന ആ സ്റ്റിക്കർ ഇളക്കി കളഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആ സ്റ്റിക്കർ ഇരുന്ന സ്ഥലത്ത് അതിൻ്റെ ഒരു ഒട്ടിപ്പായിട്ട് അവിടെ മണ്ണും പൊടിയെല്ലാം കയറി നടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനൊന്ന് മാറ്റിയെടുക്കണം. അതിനായിട്ട് നമ്മളൊരു തുണിയിൽ സോപ്പ് വെള്ളം മുക്കി എടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്കൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റിക്കറും പെട്ടെന്ന് തന്നെ പോകുന്നതാണ്. നമ്മുടെ ഒട്ടിപ്പ് അവിടെ നിന്ന് പൂർണ്ണമായിട്ടും പോകും. അപ്പോൾ നമുക്ക് ആദ്യം ഈ സോപ്പ് വെള്ളം ഉപയോഗിച്ച് തുടച്ചതിന് ശേഷം സാധാരണ ഒരു ഉണങ്ങിയ തുണി കൊണ്ടും കൂടെ തുടക്കുകയാണെങ്കിൽ അത് അവിടെ അങ്ങ് സെറ്റ് ആയിക്കോളും. അപ്പോൾ അതെ, അവിടെ ഒട്ടിപ്പ് പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ജീപ്പ് മുഴുവൻ നമുക്കിങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുഴുവൻ ഒട്ടിപ്പ് നമ്മൾ അങ്ങനെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് കളയുന്നില്ല, അതോടെ ഇരിക്കട്ടെ. ഇത് നമ്മുടെ സാധാരണയായിട്ട് നമ്മൾ ഉരുട്ടിവിടുമ്പോൾ പോകുന്ന കണക്കിനാണ് നമ്മുടെ ഈ ഒരു ജീപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിനെ ഒന്ന് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന വിധത്തിലൊന്ന് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. നമുക്കിതിനകത്ത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ഗിയർ മോട്ടർ എടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ടൈപ്പ് ഗിയർ മോട്ടറാണുള്ളത്. സാധാരണ രണ്ട് സൈഡും കറങ്ങുന്ന വിധത്തിലാണുള്ളത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് വെച്ച് എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ മോട്ടറിനെ ഈ ഒരു സ്ഥലത്തിടന്ന് സെറ്റ് ചെയ്യണം. കാരണം നമ്മുടെ ഈ ഒരു ഗിയറുമായിട്ട് നമുക്കൊരു റബ്ബർ ബാൻഡിൻ്റെ സഹായത്തോടെ ഇതിനൊട്ടൊന്ന് കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ മോട്ടർ കറങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ ടയറും കറങ്ങും. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ മോട്ടർ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഇതിനെ ഒട്ടിച്ച് വെച്ചാൽ എത്രത്തോളം സ്ട്രോങ് ആയിട്ടിരിക്കുന്ന അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ഒരു ചെറിയൊരു ഹോൾ ഇട്ടതിന് ശേഷം ഈ ഒരു ഭാഗം പുറത്തൊരു കടത്തെടുക്കാം. അതിനുശേഷം നമുക്ക് താഴെ നിന്ന് ഒന്ന് സ്ക്രൂ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ഉറപ്പായിട്ടിരുന്ന് കിട്ടും. ആദ്യം നമുക്ക് ഹോൾ ഇടേണ്ട ഭാഗം നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഹോൾ ഇട്ടെടുക്കേണ്ടത്. നമുക്ക് നമ്മുടെ ഈ ഒരു മോട്ടർ ഗിയറുമായിട്ട് റബ്ബർ ബാൻഡ് യൂസ് ചെയ്താണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മോട്ടർ കറങ്ങുന്നതനുസരിച്ച് നമ്മുടെ റബ്ബർ ബാൻഡ് ചിലപ്പോൾ ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നമ്മുടെ റബ്ബർ ബാൻഡ് ഊരിപ്പോകാത്ത വിധത്തിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് നമുക്കൊരു തടുപ്പൊന്ന് ഉണ്ടാക്കിയെടുക്കണം.
നമ്മുടെ റബ്ബർ ബാൻഡിന് കറങ്ങാൻ പാകത്തിന് നമ്മൾ ആ തടുപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ നമ്മുടെ മോട്ടർ സെറ്റ് ചെയ്യാനായിട്ട് ഒരു ഹോൾഡറിനായിട്ട് ഒരു മാർക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മാർക്ക് നമുക്ക് നമ്മുടെ സോൾഡറിങ് മെഷീൻ യൂസ് ചെയ്ത് നമുക്കൊന്ന് അവിടെ ഹോൾ ഇട്ടെടുക്കാം. നമ്മൾ വലിയ ഹോളായി പോകാതെ ഏകദേശം ഒരു രീതി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതിയോ? കസിനി എക്സസ് ആയിട്ട് തള്ളിയിരിക്കുന്ന ആ ഒരു പ്ലാസ്റ്റിക് എല്ലാം നമുക്കൊന്ന് നൈഫ് ഉപയോഗിച്ചൊന്ന് കട്ട് കളയാം. നമ്മൾ എത്താ ഒരു ഹോളിലോട്ട് നമ്മുടെ ഗിയർ മോട്ടർ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു സ്ക്രൂ ഉപയോഗിച്ച് നമ്മുടെ മോട്ടർ അടിവശത്തോട്ട് ചേർത്ത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ ജീപ്പിന് 2 ലൈറ്റ് ഒന്ന് ഫിറ്റ് ചെയ്തെടുക്കാം. സാധാരണ അവിടെ മഞ്ഞ ലൈറ്റാണ് വയ്ക്കാറ്. നമുക്കിപ്പോൾ തൽക്കാലം ഒരു വെറൈറ്റിക്ക് നീല ലൈറ്റ് കൊടുക്കാം. അങ്ങനെ നമുക്കൊരു സോൾഡറിങ് ആണ് യൂസ് ചെയ്ത് നമ്മുടെ ലൈറ്റ് ഫിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഹോളൊന്ന് ചെയ്തെടുക്കാം. ഇത്രയും മതിയോ? ഇനി നമുക്ക് LED ജീപ്പിനകത്തൂടെ പുറത്തോട്ടൊന്ന് എടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ടൈറ്റായിട്ട് അങ്ങിരിക്കും. നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഗുളികയുടെ ആ ഒരു കവറാണ് നമുക്ക് ആവശ്യം. അത് കുറച്ച് വലിപ്പമുള്ളൂ. അതായത് നമ്മുടെ പാരസിറ്റാമോൾ ഗുളികയുടെ ഒക്കെ അതേപോലെയുള്ള അത്രയും വലിപ്പത്തിനുള്ള 2 നമുക്കൊന്ന് ഇന്ന് കട്ട് ചെയ്തെടുക്കണം. 2 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഗുളികയുടെ ആ ഒരു ക്യാപ്പ് നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് മറ്റേ ക്യാപ്പ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അടുത്തതായിട്ട് നമ്മുടെ LED പോസിറ്റീവ് ലെഗുകൾ തമ്മിലും അതുപോലെ തന്നെ നെഗറ്റീവ് ലെഗുകൾ തമ്മിൽ നമുക്കൊന്ന് സോൾഡർ ചെയ്തൊന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ പോസിറ്റീവ് തമ്മിൽ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ LED നെഗറ്റീവ് തമ്മിലൊന്ന് സോൾഡർ ചെയ്ത് പിടിക്കാം. അപ്പോൾ അതും സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ലെങ്ത്തിന് 2 വയർ നമുക്ക് എടുക്കാം. ഇനി നമ്മുടെ LED പോസിറ്റീവിലോട്ട് ഒരു വയർ സോൾഡർ ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് നെഗറ്റീവിലോട്ടൊന്ന് വയർ സോൾഡർ ചെയ്തെടുക്കാം. ഗൈസ്, നമ്മുടെ ഗിയർ മോട്ടറും അതുപോലെ തന്നെ നമ്മുടെ ടയറിൻ്റെ കമ്പിയും തമ്മിൽ നമ്മളൊരു റബ്ബർ ബാൻഡ് യൂസ് ചെയ്തൊന്ന് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല എളുപ്പത്തിൽ തന്നെ ഇതൊന്ന് കറങ്ങും. അതിനായിട്ട് നമ്മളിന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്വിച്ച് ഇതിലോട്ട് വെച്ചെടുക്കണം. അതിനായിട്ട് നമ്മുടെ വണ്ടിയുടെ ബാക്ക് വശത്തായിട്ട് ഒരു ചെറിയൊരു ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മുടെ സ്വിച്ച് ഒന്ന് ഇറക്കി വെച്ചെടുക്കാം. അതേ നമ്മുടെ സ്വിച്ച് ഇവിടെ കറക്റ്റായിട്ട് തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു ഗ്ലാസ് നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഈർക്കിൽ ഉപയോഗിച്ച് ഞാനൊരു ഫ്രെയിം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് കവർ നമ്മുടെ ഫ്രെയിമിൽ സെറ്റായിരിക്കും വിധം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് അതിലോട്ടൊന്ന് വെച്ച് ഒന്നൊട്ടിച്ച് ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ GP വെച്ച് തന്നെ അതിനൊന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും ജീപ്പിൽ സാധാരണയായിട്ട് കാണുന്നതാണ് ഈ ബാക്ക് വശത്ത് കാണുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഈർക്കിൽ വെച്ച് നമ്മൾ ചെയ്തെടുത്ത എല്ലാത്തിനും നമുക്കൊന്ന് കളർ ചെയ്തെടുക്കണം. കാരണം കളർ ചെയ്തതിന് ശേഷം നമ്മൾ ഒട്ടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നേരെ ഒട്ടിയിരിക്കണമെന്നില്ല, വീണ്ടും ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒട്ടിച്ചതിന് ശേഷം കളർ അടിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ എന്തായാലും അടുത്തിനി കളർ അടിച്ചിട്ട് കാണാം. ഗൈസ്, അപ്പോഴത്തേ നമ്മുടെ ബാക്കും ഫ്രണ്ടും നമ്മൾ പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്.
ഇനി ബാക്കി നമുക്ക് ഇതിനകത്ത് നമ്മുടെ വണ്ടിക്കകത്ത് ബാറ്ററിയും ബാക്കിയെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമുക്ക് നമ്മുടെ ജീപ്പിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തായിരുന്ന ആ ഒരു ലൈറ്റിൻ്റെ പോസിറ്റീവ് നമ്മുടെ മോട്ടറിൻ്റെ പോസിറ്റീവിലോട്ടൊന്ന് കണക്ട് ചെയ്തെടുക്കാം. കണക്ട് ചെയ്ത് നമുക്കൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമ്മുടെ ലൈറ്റിൻ്റെ നെഗറ്റീവും മോട്ടറിൻ്റെ നെഗറ്റീവും തമ്മിലൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും ചെയ്തെടുത്തിട്ടുണ്ട്. സ്വിച്ചിൻ്റെ ഒരു ലെഗിലോട്ടൊരു വയർ സോൾഡർ ചെയ്ത് കൊടുക്കാം. വയറിൻ്റെ മറ്റേ അറ്റം നമ്മുടെ മോട്ടറിൻ്റെ പോസിറ്റീവിലോട്ട് നമുക്കൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ച് ഈ ഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഇൻസുലേഷൻ ടാപ്പ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു 3.7 വോൾട്ടേജിൻ്റെ ഒരു ബാറ്ററി എടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ പോസിറ്റീവിലോട്ട് നമുക്ക് ഈ ഒരു വയർ സോൾഡർ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ മോട്ടറിൻ്റെ നെഗറ്റീവ് നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവിലോട്ടൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് നമ്മുടെ സ്വിച്ചിൻ്റെ ഒരു ലിഗിലോട്ട് നമുക്കൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. കഴിച്ചപ്പോഴത്തേ നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം തിരിച്ച് അടച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളത് എല്ലാം അടച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സ്വിച്ച് ഓൺ ചെയ്തേക്കാം. ആയതാ ഗൈസ് ഇതിപ്പോൾ നമ്മൾ റീചാർജബിൾ ആക്കിയിട്ടല്ല ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടിപ്പോൾ റീചാർജബിൾ ആക്കിയിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ടെസ്റ്റ് നടത്താം. അപ്പോൾ നമുക്ക് ഓണാക്കി കൊടുക്കാം. ഗൈസ് ഇനി നമുക്കിത് തേരി കയറേണ്ടതെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ റിസർവേഷൻ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതേപോലത്തെ വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.